നമ്മുടെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്രൈസ്തവ ദേവാലയമാണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി. ചരിത്രവും വിശ്വാസവും അത്ഭുത കഥകളും ഒക്കെ ചേർന്നു നിൽക്കുന്ന ഈ പള്ളി കടമറ്റത്ത് കത്തനാരുടെ പേരിലാണ് പ്രസിദ്ധമായത്. 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ദേവാലയം കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. കടമറ്റത്ത് കത്തനാരെയും കള്ളിയങ്കാട്ട് നീലിയെയും അറിയാത്ത മലയാളികൾ വളരെ വിരളമായിരിക്കും. യക്ഷിയായിരുന്ന കള്ളിയങ്കാട്ട് നീലിയെ തളച്ചത് കടമറ്റത്ത് കത്തനാരാണെന്നാണ് വിശ്വാസം. ആ കടമറ്റത്ത് കത്തനാരെയും കത്തനാരുടെ പള്ളിയെയും കുറിച്ചാണ് ഈ കഥ. കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇല്ല. കടമറ്റം പള്ളിയുടെ പോയോടം പള്ളി കടമറ്റത്തിൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ വരുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തി അവരോട് ഒരു കുശലം ചോദിക്കുന്ന ഒരു സ്ത്രീ ആണ് ഒറ്റമുലച്ചി എന്നാണ് അതിന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് അച്ഛൻ്റെ ചെവിയിലെത്തുകയും അച്ഛനൊരു ദിവസം അവിടെ ചെല്ലുകയും കള്ളിയങ്ങായി ഒറ്റമുലച്ചിയുടെ തലയിൽ ആണിയടിക്കുകയും ഈ സ്ത്രീയെ മനുഷ്യരൂപമാക്കി അച്ഛൻ്റെ അമ്മയ്ക്ക് വേലക്കാരിയായി കൊടുക്കുകയും ചെയ്തു. അമ്മ പേൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആണി ഊരിക്കളയുകയും പഴയ രൂപാന്തരപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ സ്ത്രീ ഇവിടെ നിന്ന് പമ്പാ നദിക്കക്കരെ പന്നണ്ണാർക്കാവിലേക്ക് പോവുകയും അച്ഛൻ ഇവിടുന്ന് പോവുകയും പമ്പാ നദി കടക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് ഒരു ഇല വെട്ടിയിട്ട് ആ ഇലയിൽ കയറി നിന്ന് പമ്പാ നദി ക്രോസ് ചെയ്യുകയും ചെയ്തു. പന്നണ്ണാർക്കാവിൽ ഈ യക്ഷിയെ സ്ഥാപിക്കുകയാണ്. ഒരു പനയിൽ സ്ഥാപിക്കുമ്പോൾ അച്ഛനോടൊരു വരം ഇവൾ ആവശ്യപ്പെടുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ എനിക്ക് ഭൂമിയിൽ സഞ്ചരിക്കുവാനായിട്ട് ഒരു അനുവാദം തരണം. വർഷത്തിലൊരിക്കൽ ഒരു വെളുത്തവാവ് ദിവസം ഇവൾക്ക് അവിടെ നിന്ന് ഇറങ്ങി സഞ്ചരിക്കുവാനായിട്ട് അനുവാദം കൊടുത്തു. അതാണ് ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന സ്ത്രീ. ഇന്ത്യയിലെ ക്രിസ്തീയ ആത്മീയതയുടെ ചരിത്രത്തിൽ മായാത്തതും നിഷേധിക്കാൻ കഴിയാത്തതുമായ ഒരു പ്രതീകമാണ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി അഥവാ കടമറ്റം പള്ളി. 9-ാം മാർത്തോമ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നത് ഈ പള്ളിയാണ്. ചരിത്രങ്ങളും കഥകളും കൊണ്ട് ഏറെ പ്രസിദ്ധമായ ഈ ദേവാലയം 1600 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. നിലവിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണത്തിന് കീഴിലുള്ള കണ്ടനാട് വെസ്റ്റ് രൂപതയുടെ ഭാഗമാണ് ഈ ചരിത്ര ദേവാലയം. ഒമ്പതാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് വന്ന മാർ ആബോ എന്ന പിതാവാണ് ഈ പള്ളി സ്ഥാപിച്ചത്. അദ്ദേഹം ഇവിടെ ഈ നാട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ നാടുവാഴികളായിരുന്ന കർത്താക്കന്മാരുടെ ഭവനത്തിൽ അവരുടെ മകൾക്ക് ഒരു ഭൂതബാധയുണ്ടായി. അതിനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മൂലം അത് മാറിയപ്പോൾ അവർ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രതിഫലം ഒരു ക്രൈസ്തവ ആരാധന നടത്തുവാനുള്ള ഒരു ദേവാലയം ഇവിടെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ കടമറ്റം ഏറ്റവും ഉയർന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ദേവാലയം സ്ഥാപിക്കാനായിട്ടിടയായത്. പഴമ നിറഞ്ഞ ശില്പകലയും പരമ്പരാഗത കേരള ശൈലിയിലുള്ള നിർമ്മിതിയും ഈ പള്ളിയുടെ പ്രത്യേകതകളാണ്. കടമറ്റത്തു കത്തനാർ എന്ന വൈദികന്റെ അത്ഭുത കഥകൾ ഈ പള്ളിയുമായി ചേർന്നു നിൽക്കുന്നത് കൊണ്ടാണ് കടമറ്റം പള്ളി ഇന്ത്യയിൽ തന്നെ ഏറെ പ്രശസ്തമായത്. ഈ കാണുന്നതാണ് പാതാളക്കിണർ അഥവാ പോയോടം കിണർ. കടമറ്റത്ത് കത്തനാർ പാതാളത്തിലേക്ക് സഞ്ചരിച്ചിരുന്നത് ഇതുവഴിയാണെന്നാണ് വിശ്വാസം. മാർ സബോറിന്റെ പിൻഗാമിയായ കടമറ്റത്തു കത്തനാർ പാതാളത്തിലേക്ക് യാത്ര ചെയ്തിരുന്നതിനെ കുറിച്ചുള്ള വിശ്വാസത്തിനു കാരണം ഇതാണ്. പിതാവിൻ്റെ പശു എങ്ങാണ്ട് നഷ്ടപ്പെടുകയും ആ പശുവിനെ അന്വേഷിച്ചിറങ്ങിപ്പോയപ്പോൾ ഈ ഗുഹയിൽ കൂടി പോവുകയും അങ്ങനെ പാതാളത്തിൽ എത്തിപ്പെട്ടു എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും പുഴയും അതിനപ്പുറം പാടങ്ങളും അതിനപ്പുറം കുന്നുകളും ഒക്കെയുള്ള പഴയ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ പോയി അവർ തടവിലാക്കപ്പെട്ടുവെന്നും പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ മന്ത്രവാദം പഠിച്ചു എന്നുള്ളതൊക്കെയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞു.
മാനസിക പ്രയാസങ്ങളും മാറാവ്യാധികളുമായി വരുന്നവർക്ക് ഇവിടെ എത്തിയാൽ പരിഹാരമുണ്ടാകുമെന്നാണ് വിശ്വാസം. മാനസിക തകരാറുള്ള അനേകം പേര് ബഹളമുണ്ടാക്കി അലറി വിളിച്ച് ഇവരൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ പ്രദക്ഷിണം പോയി വന്നതിന് ശേഷം ഈ പള്ളിയുടെ പൂമുഖത്ത് കൊണ്ടുവന്ന് നിർത്തുകയും ശാസിക്കുകയും സത്യപ്രതിജ്ഞ ബൈബിളെടുത്ത് ചെയ്യിക്കുകയും അവർ ബോധം കെട്ട് വീണ് അവരുടെ അസുഖമൊക്കെ മാറിപ്പോകുമെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് യാഥാർത്ഥ്യമായിരുന്നു. ഒരു ആത്മീയ വശം അതിനുണ്ട്. അപ്പോൾ ഈ ആത്മീയ ആചാര്യന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭേദപ്പെടുത്താനുള്ള ഒരു കഴിവ് കടമറ്റത്ത് വരുന്ന വികാരിമാർക്കുണ്ട്. അതിപ്പോഴും നടന്നു വരുന്നുണ്ട്. കടമറ്റത്തു കത്തനാരുടെ ഈ പള്ളിയിൽ രോഗശുശ്രൂഷയ്ക്കും മനഃശാന്തിക്കും നേർച്ചകളുമായി നിരവധി പേരാണ് ഓരോ ദിവസവും എത്തുന്നത്. ചരിത്രവും വിശ്വാസവും പൗരാണിക കഥകളും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നിടമാണ് കടമറ്റത്ത് പള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേവാലയം വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രം കൂടിയാണ്. കടമറ്റത്ത് പള്ളിയുടെ ചരിത്രം തേടി നിരവധി ആളുകളാണ് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കടമറ്റത്ത് നിന്ന് ക്യാമറമാൻ ജിബിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.